ഒരു രാജ്യത്തിന്റെ പതാക അത് ആ രാജ്യത്തിന്റെ ആത്മവിശ്വാസമാണ്, അവിടുത്തെ ജനതയുടെ ഐക്യമാണ്, ഉയരെ പറക്കുന്ന അവരുടെ സ്വപ്നങ്ങളുടെ പ്രതീകമാണ്. അങ്ങനെ ദുബായ് മരുഭൂമിക്ക് മുകളിലൂടെ ഉയർന്ന ഈ ഭീമൻ UAE പതാക ഇന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ഭാഗമാണ്. 429.977 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഈ പതാക ഒരു വാഹനത്തിൽ ഘടിപ്പിച്ച പ്രത്യേക പോളിൽ ഉയർത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ബാനർ എന്ന റെക്കോർഡാണ് സ്വന്തമാക്കിയത്. നമ്മുടെ രാജ്യം, നമ്മുടെ പതാക, നമ്മുടെ പ്രസിഡന്റ്, നമ്മുടെ സായുധ സേന, നമ്മുടെ ജനങ്ങൾ, ഇതൊക്കെ ഒരു ആവേശമാണല്ലേ. റെക്കോർഡുകൾ കരസ്ഥമാക്കി ഈ പതാക പാറുന്നത് കാറ്റിലല്ല, അവിടെ അധിവസിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ കൂടിയാണ്. വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് മാത്രം ഐഡിയ ഉള്ളൂ. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഇല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്ലോഗിൽ നമ്മൾ സുവോ മോട്ടോർ സൈക്കിൾസ് നമ്മൾ ടെസ്റ്റ് റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബ്രാൻഡ് അവർ ഒന്നുകൂടെ വിളിച്ചിട്ടുണ്ടെന്ന്. അവരുടെ എന്തോ ഒരു ദുബായ് മീഡിയക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു ഷൂട്ടുണ്ട്. അപ്പോൾ അതിൽ 3-4 ബൈക്കുകൾ അവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വണ്ടി റൈഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ഞാൻ ചാടിക്കറി യെസ് ഞാനുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ ഫ്രണ്ടിനെ ഗോഡ്വിൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ മെയിൻ കമ്പനിയിലുള്ള, അപ്പോൾ അത് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. ചാടിക്കറി അങ്ങനെ രാവിലെ കെട്ടി ഒരുങ്ങി അങ്ങോട്ട് പോകണം. എന്താണ് അവിടെ നടക്കുന്നത്, എന്തിൻ്റെ ഷൂട്ടാണെന്നൊന്നും അറിയില്ല. ഫ്ലാഗിൻ്റെ എന്തൊക്കെയാണ്, വലിയ ഫ്ലാഗ് കൊണ്ടുപോകുന്ന എന്തോ ആണ്, അറിയില്ല, പോയി നോക്കാം. അപ്പോൾ എന്തായാലും വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ ദിവസം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മിനിറ്റും കൂടെയാണ് നമുക്ക് ഇവിടുന്ന് ഉള്ളത് അങ്ങോട്ടെത്താൻ. ഇത് നടക്കുന്നത് അല്ലൈൻ റോട്ടിൽ നമ്മുടെ സ്കൈ ഡൈവ് അതിൻ്റെ ഒരു സ്പോട്ടുണ്ട്. ആ സ്കൈ ഡൈവിൻ്റെ സ്പോട്ടിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. അവിടെ എത്തിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എനിക്കിത് ഫിൽം ചെയ്യാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. എത്രത്തോളം ഫിൽം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാണ്. അപ്പോൾ പിന്നെ ബൈക്കും കൊണ്ട് ഇറങ്ങി ക്യാമറ എടുത്ത് കയ്യിൽ വെച്ചു. അപ്പോൾ നമ്മൾ നേരെ അല്ലൈൻ റോട്ടിലേക്ക് ഇറങ്ങുക. അല്ലൈൻ റോട്ടിൽ ജോയിൻ ചെയ്തിട്ട് നേരെ അല്ലൈൻ ആ റോഡ് നേരെ സ്ട്രെയിറ്റ് വെച്ച് പിടിക്കാം. ലൊക്കേഷനിലെത്തിയിട്ട് ബാക്കി അവിടെ നിന്ന് കാണാം. വണ്ടി ലുക്ക് അറ്റ് ദാറ്റ്, ലവ്ലി. പറയാൻ പറ്റില്ല, ഏതെങ്കിലും മലയാളിയുടെ വണ്ടിയായിരിക്കും. ഈ മസ്റ്റാങ് ഇതൊക്കെ എത്ര കണ്ടാലും മടുക്കാത്ത ഓരോ ടൈപ്പ് വണ്ടികളാണ്. അത് എസ്പെഷ്യലി ഇതുപോലെ നല്ല പച്ച പെയിൻറ്റ്, അതുപോലെ ക്രോം റിമ്മാണെന്ന് തോന്നുന്നത്. സാധനം പൊളിച്ചിട്ടോ ഈ എക്സിറ്റ് ആണോ? യെസ്. അപ്പം തന്നെ കയ്യിൽ നിന്ന് പോയനെ. എക്സിറ്റ് എടുക്കാറായി. നമുക്ക് നേരെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ്, ആ സൈഡിലാണ് സ്കൈ ഡൈവ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ കയറിയിട്ട് അങ്ങോട്ട് ഇറങ്ങണം. ഇത് നല്ല രസമുള്ള സ്ഥലങ്ങളാണോ. ഇതെന്താ കോട്ടേജ് ആണോ, റെൻറ്റിന് കൊടുക്കുന്നതാണോ, അത് ഇവരുടെ അക്കോമഡേഷൻ വല്ലതാണോ? ഇത് ഒരു ഫ്ലാഗ് കൊണ്ടുപോകാനാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത് ഈ ഫ്രണ്ട് കാണുന്ന, എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ മേലെയാണ് ഫ്ലാഗ് കയറ്റാൻ പോകുന്നത്. ഒരു വലിയ UAE ഫ്ലാഗ് കൊണ്ട് റൈഡ് ചെയ്യുന്ന ഷൂട്ടോ എന്തോ ആണ്. ഇരിക്കട്ടെ ഒരു ജാടയ്ക്ക്. അപ്പോൾ വണ്ടി ഓൺ. വിൻഷീൽഡ് ഇത് പൊക്കിയാൽ നമ്മുടെ വിൻഷീൽഡ് ചെക്കൻസാ പൊളി. ഇനി എൻജിൻ സ്വിച്ച് റെഡി. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ മതി, കൊള്ളാം. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് അടിക്കാം. നമ്മളെടുത്തിട്ടുള്ള വൈറ്റ് സുവോ ആണ്, സുവോ S2000. സ്പോർട്ട് മോഡലാണ് വണ്ടികൾ. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. അപാര വണ്ടി. ഓൾമോസ്റ്റ് സീറോ. റെഡി. Oh my God! എൻ്റെ അമ്മ, ഈ ചില വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഇതടിക്കുമല്ലോ. അപ്പോൾ വീഗാലാൻഡിലൊക്കെ പോകുന്ന ഒരു സാധനം ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്ന ആ ഒരു സംഗതി വന്ന് പൊളി. അപ്പോൾ നമ്മുടെ കയ്യിൽ വൈറ്റ്, OP Proൻ്റെ കയ്യിൽ ബ്ലാക്ക്, പിന്നെ ഗോഡ്വിൻ പിന്നെ അതെ ഗോഡ്വിൻ Proൻ്റെ കയ്യിൽ റെഡ്. അപ്പോൾ ഇതാണിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്ലാഗ് മേലെ കയറ്റാൻ.
അപ്പോൾ അത് ഈ വണ്ടിയിലാണ്, അതായത് വണ്ടിയിൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫ്ലാഗാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഷൂട്ടിൻ്റെ ഫുൾ ഐഡിയ പ്ലാൻ ആയിട്ടില്ല. ഇത് മിക്കവാറും ഈ വണ്ടി ഇതെല്ലാം ഹോസ്റ്റ് ചെയ്ത് ഫ്രണ്ടിൽ പോകും, എന്നിട്ട് നമ്മൾ ഈ വണ്ടികൾ സൈഡിൽ കൂടെ ജോയിൻ ചെയ്യും. ഇതാണ് പ്ലാൻ. ഈ വണ്ടി ഈ വീഡിയോ മിക്കവാറും നിങ്ങൾ കാണുന്ന ഈ വീഡിയോ, അത് നമ്മുടെ ഈ വീഡിയോ കാണുന്നത്, ഇതിൻ്റെ റിയൽ വീഡിയോ ഇവർ ഇറങ്ങി പബ്ലിഷ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ബിഹൈൻഡ് ദ സീൻസ് ആയിട്ട് കൂട്ടിയാൽ മതി. ഇത് റെഡ് വണ്ടിയിൽ ഫ്രണ്ടിരിക്കുന്ന ആൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സും കാര്യങ്ങളും എല്ലാം ഉള്ള ആളാണ്. സ്കൈ ഡൈവിലും എന്തിനൊക്കെയോ 5 വേൾഡ് റെക്കോർഡ്സ് എങ്ങനെ ഉണ്ട്. വണ്ടി അവിടെ നിന്ന് തിരിക്കുക. Here we go. ആ അല്ല, നമ്മൾ ഒരു ലൈനല്ല, അങ്ങനെയല്ലേ പറഞ്ഞേ? സിംഗിൾ ലൈൻ അല്ലേ പറഞ്ഞേ? ലാസ്റ്റ് സിംഗിൾ ലൈൻ അല്ലേ പറഞ്ഞേ? റെഡ് വൈറ്റ് ബ്ലാക്ക് അങ്ങനെ. കാരണം സൈഡിലാവുമ്പോൾ അതാവും നല്ല ഗ്യാപ്പ് ഉണ്ടാവില്ല. OP ബ്രോ, റെഡ്, അത് കഴിഞ്ഞ് ബാക്കിൽ വൈറ്റ് പിടിക്കാം, അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് പിടിക്കാം. 3 വണ്ടി. അതെ, ലാസ്റ്റ് അങ്ങനെ പറഞ്ഞേ. ആ ഓക്കെ. ബാക്കിൽ ബ്രോ, ബാക്കിൽ. ഓ കിടിലൻ. ഈ വീഡിയോ ഇറക്കാൻ പെർമിഷൻ കിട്ടണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പെർമിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ യു വിൽ ബി വാച്ചിങ് ദിസ് വീഡിയോ. എൻജോയ് ദിസ് ഗൈസ്. This is beautiful. നമ്മുടെ UAE ഫ്ലാഗ്, വലിയ UAE ഫ്ലാഗിൻ്റെ അടുത്തൂടെ. I'm so happy to be part of this. My God, I'm so honored. Wow, look at that. Wow. ഓ, ഒരു പ്രൗഡി. ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തിൻ്റെ ആണെങ്കിലും അതൊരു പ്രത്യേക ഒരു അഭിമാനം. അതെ, ബീങ് എ പാർട്ട് ഓഫ് സംതിങ് റിലേറ്റഡ് ടു ദ ഫ്ലാഗ്. ഇതിൽ കയറിയപ്പോൾ ഒരു മെലിഞ്ഞ വണ്ടി പോലെ, ഓമനത്തോളം വണ്ടി. ശരി, 2 DCT ആണ്. ഞാൻ വിടട്ടെന്നാ. ശരി ബ്രോ, കാണാം. അപ്പോൾ ഗൈസ്, അതായിരുന്നു ബിഹൈൻഡ് ദ സീൻസ് ഈ ഷൂട്ടിൻ്റെ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ടീമായിരുന്നു. ഇത് എപ്പോഴാണ് ഇറങ്ങുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒറിജിനൽ വീഡിയോ ഇറങ്ങി ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ ഇറങ്ങുന്നത് ബിഹൈൻഡ് ദ സീൻസ്, കാരണം പെർമിഷൻ്റെ കാര്യം ഉണ്ടായതുകൊണ്ട്. ബട്ട് എനിവേയ്സ്, ഹോപ്പ് യു എൻജോയ്ഡ്. അപ്പോൾ ഇതുപോലെയുള്ള വേറെ കണ്ടൻറ്റുകളും ബിഹൈൻഡ് ദ സീൻസ് എല്ലാം കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മോർ ഓൺ ദ വേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഈ റോഡ് പോയാൽ അങ്ങോട്ട് കയറാൻ പറ്റുമോ? പോയി നോക്കാം. But yeah, thank you so much for watching. We'll see you guys in the next video. Take care and stay safe. Alright, safe everyone.